ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് DFCA ഡിജിറ്റൽ ഫണ്ടമെൻ്റൽസ് ആൻഡ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. അതിൽ വരുന്ന ഫസ്റ്റ് മോഡ്യൂളിലെ ലാസ്റ്റ് പാർട്ടാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്. ആൻഡ് ഈ വീഡിയോയിൽ ആഡേഴ്സ് മാത്രമാണ് ഷെയർ ആക്കുന്നത്. നെക്സ്റ്റ് വീഡിയോസിൽ ഡീകോഡർ, എൻകോഡർ, മൾട്ടിപ്ലെക്സർ ആൻഡ് ഡീമൾട്ടിപ്ലെക്സർ ഷെയർ ചെയ്യാം. അപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ലോജിക് സർക്യൂട്ടാണ്. ആൻഡ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൻ്റെ പാസ്റ്റ് ഔട്ട്പുട്ട് ഏതാണോ അത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. നമ്മളിപ്പോൾ കറൻ്റ്ലി ഏത് ഇൻപുട്ടാണ് കൊടുക്കുന്നത് അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ആൻഡ് ഈ കോമ്പിനേഷണൽ സർക്യൂട്ടിൽ n ഇൻപുട്സ് കാണും ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് m നമ്പർ ഓഫ് ഔട്ട്പുട്ട്സും കാണും. ഇതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ആഡേഴ്സ്. ആഡേഴ്സ് നമ്മൾ ബൈനറി അഡീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലോജിക്കൽ സർക്യൂട്ടാണ് ആഡർ. ആഡർ രണ്ട് ടൈപ്പാണുള്ളത്, ഹാഫ് ആഡർ ഉണ്ട്, ഫുൾ ആഡർ ഉണ്ട്. അപ്പോൾ ആദ്യം ഹാഫ് ആഡർ നോക്കാം. ഹാഫ് ആഡറിൽ രണ്ട് ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടുമാണ് ഉള്ളത്. അതിൽ രണ്ട് ഔട്ട്പുട്ടിൽ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സമ്മിനും വേറൊരു ഔട്ട്പുട്ട് ക്യാരിക്കാണ്. അപ്പോൾ ഇതിൽ രണ്ട് ഔട്ട്പുട്ട് കാണും, രണ്ട് ഇൻപുട്ട് കാണും, രണ്ട് ഔട്ട്പുട്ടും കാണും. ഇതാണ് അതിൻ്റെ ഒരു ലോജിക്കൽ ഡയഗ്രാം. രണ്ട് ഇൻപുട്ട് A ആൻഡ് B ആണ് ഇൻപുട്ട്, പിന്നെ ഔട്ട്പുട്ടിൽ വരുന്നത് സമ്മും ക്യാരിയും. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ വരയ്ക്കാം, എന്നിട്ട് അതിൻ്റെ സമ്മിൻ്റെയും ക്യാരിയുടെയും ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ AB രണ്ട് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ AB രണ്ട് വേരിയബിളെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 2⁻² = 4 കോമ്പിനേഷൻസ് കാണും. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് 0 0, സെക്കൻഡ് വൺ 0 1, തേർഡ് വൺ 1 0 ആൻഡ് ഫോർത്ത് വൺ 1 1. ഇനി ഇതിൽ ഔട്ട്പുട്ടിൽ രണ്ട് ഔട്ട്പുട്ട് ഉണ്ടെന്ന് പറഞ്ഞു, സമ്മുണ്ട് ക്യാരിയുണ്ട്. അപ്പോൾ സമ്മും ക്യാരിക്കും ഒരു കോളം എഴുതി. അപ്പോൾ ആദ്യം സമ്മ് കണ്ടുപിടിക്കാം. 0 + 0 സമ്മ് 0 ആണ്, അതിൽ ക്യാരി ഇല്ല, അപ്പോൾ ക്യാരി 0. പിന്നെ നെക്സ്റ്റ് വൺ 0 + 1 ആണ്. 0 + 1 = 1 ആണ്, അവിടെയും ക്യാരി ഇല്ല, അത് 0 ആണ്. പിന്നെ 1 + 0യും 1 ആണ്, ക്യാരി ഇല്ല, അപ്പോൾ ക്യാരി 0. പിന്നെ 1 + 1 ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് 0 ആണ് കിട്ടുന്നത്, ക്യാരി വരുന്നത് 1. അപ്പോൾ സമ്മിൽ 0 എഴുതണം, ക്യാരിയിൽ 1 എഴുതണം. ഇതാണ് ഹാഫ് ആർഡറിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ. ഇനി നോക്കിക്കോ, ഈ സമ്മിൻ്റെ കോളം എടുക്കാം. സമ്മിൽ എപ്പോഴാണ് 1 വരുന്നത്? രണ്ട് ഇൻപുട്ടും ഡിഫർ ആകുമ്പോഴാണ് സമ്മിൻ്റെ ഔട്ട്പുട്ട് 1 ആയിട്ട് കിട്ടുന്നത്. രണ്ടും സെയിം ആകുമ്പോൾ സമ്മിൻ്റെ ഔട്ട്പുട്ട് 0 ആണ് വരുന്നത്. ആൻഡ് ഇത് XORൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ സമ്മിൻ്റെ ഫോർമുല ഇതാണ്, സം = A XOR B. ഇനിയുള്ളത് ക്യാരിയാണ്. ക്യാരി നോക്കാം. ക്യാരിയിൽ എല്ലാം 0 ആണ് വരുന്നത്, ലാസ്റ്റ് ഒരെണ്ണം മാത്രമാണ് 1 വരുന്നത്. ആ 1 എല്ലാ ഇൻപുട്ടും ഹൈ ആകുമ്പോൾ മാത്രമാണ് ക്യാരിയിൽ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷനിൽ എല്ലാം ഹൈ ആകുമ്പോഴേ ഔട്ട്പുട്ട് ഹൈ ആവത്തുള്ളൂ. അപ്പോൾ ക്യാരിയുടെ ഇക്വേഷനാണ് ക്യാരി = AB ആൻഡ് സമ്മിൻ്റെ ഇക്വേഷനാണ് സം = A XOR B. ഇപ്പോൾ ഹാഫ് ആഡർ, ഫുൾ ആഡർ അതിൻ്റെ ബേസിക്സ് ഒക്കെ പഠിച്ചു വയ്ക്കാം. എന്നിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ മൾട്ടിപ്ലെക്സർ എങ്ങനെ ഹാഫ് ആഡർ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, പിന്നെ ഡീകോഡർ എങ്ങനെ ഹാഫ് ആഡർ, ഫുൾ ആഡേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ഇടാം. ഇപ്പോൾ ബേസിക്സ് മാത്രം പഠിച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടിയ സം = A XOR B, ക്യാരി = AB. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ഇത് ലോജിക്കൽ ഡയഗ്രാമാണ്. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. നമുക്ക് രണ്ട് ഇൻപുട്ട്സ് ഉണ്ട്, A ആൻഡ് B രണ്ട് ഇൻപുട്ട്സ് ഉണ്ട്. അപ്പോൾ സമ്മിൻ്റേത് A XOR B ആണ്. A XOR B, ഇതാണ് A XOR Bയുടെ ലോജിക്കൽ ഡയഗ്രാം. അപ്പോൾ ഇതായിരിക്കും സമ്മിൻ്റേത്. പിന്നെ C = A × B. ഇത് A ആണ്, A എടുക്കുന്നു, പിന്നെ B എടുക്കുന്നു. അപ്പോൾ ഇതാണ് ക്യാരിക്കുള്ളത്. അപ്പോൾ ഇതാണ് ഹാഫ് ആർഡറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇത് ലോജിക്കൽ ഡയഗ്രാം, ഇത് ട്രൂത്ത് ടേബിൾ. ഇത് നെക്സ്റ്റ് ഉള്ളതാണ് ഫുൾ ആഡർ. ഫുൾ ആഡറിൽ 3 ഇൻപുട്ട് കാണും. 3 ഇൻപുട്ടും 2 ഔട്ട്പുട്ടാണ് ഉള്ളത്. ഈ 3 ഇൻപുട്ടിൽ ഒരെണ്ണം A, വേറൊരെണ്ണം B, പിന്നെ ഉള്ളത് ക്യാരി ഇൻപുട്ട് എന്ന് പറയും. പിന്നെ ഉള്ളത് 2 ഔട്ട്പുട്ടാണ് സമ്മും ക്യാരിയും. ഇതിങ്ങനെ പഠിച്ചാൽ മതി. 3 ഇൻപുട്ടുണ്ട്, A B, പിന്നെ ക്യാരി ഇൻപുട്ടുണ്ട്, പിന്നെ 2 ഔട്ട്പുട്ടാണ് ഉള്ളത്, സം ആൻഡ് ക്യാരി. ഇതാണ് അതിൻ്റെ ഒരു ലോജിക്കൽ ഡയഗ്രാം. A B C N ഇത് 3 ഇൻപുട്ട്സ് ആണ്. ഇതിൽ നമുക്ക് 2 ഔട്ട്പുട്ടാണ് കിട്ടുന്നത്, സമ്മും ക്യാരിയും. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ആദ്യം വരയ്ക്കാം. അപ്പോൾ ഇതിൽ 3 ഇൻപുട്ട്സ് വേണം, A B C N, പിന്നെ 2 ഔട്ട്പുട്ടാണ് ക്യാരി ആൻഡ് സം. അപ്പോൾ ഈ 3 ഇൻപുട്ട്സിന് നമ്പർ കൊടുക്കാം. അപ്പോൾ 3 ഇൻപുട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ 2⁻³ കോമ്പിനേഷൻസ് കാണാം, which is equal to 8. ഇതാണ് 0 0 0, 0 0 1, 0 1 0, 0 1 1, 1 0 0, 1 0 1, 1 1 0 ആൻഡ് 1 1 1. ഇത് എഴുതാനുള്ള ഈസി വേ ആണ്. ഈ ലാസ്റ്റ് ഉള്ളതിന് 0 1 0 1 0 1 0 1 എഴുതണം. 8 ടൈംസ് വരണം.
പിന്നെ അതിൻ്റെ ഫ്രണ്ടിലുള്ളത് 2021 അങ്ങനെ എഴുതണം. പിന്നെ അതിന് കഴിഞ്ഞിട്ടുള്ളത് 4041. പിന്നെ 4 വേരിയബിൾ ആണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു നമുക്ക് കാണാം. അതിലാണെങ്കിൽ 8081 ഇടണം. ഇതാണ് ഈസി വേ. ഓക്കെ, ഇപ്പോൾ ട്രൂത്ത് ടേബിൾ വരച്ചു. ഇതിൽ നിന്ന് നമുക്ക് ഈ ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കുന്നത് കുറച്ച് പാടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്താൽ മതി. സം ഇസ് ഈക്വൽ ടു ക്യാരി ഇൻപുട്ട് XOR A XOR B. ഇതാണ് സമ്മിൻ്റെ ഒരു ഇക്വേഷൻ. പിന്നെ ക്യാരിയുടെ ഇക്വേഷനാണ് AB പ്ലസ് CN ഇൻറ്റു A XOR B. ഈ സമ്മ് ക്യാരിയുടെ ഇക്വേഷൻസ് എങ്ങനെ വന്നു അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അത് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്കിപ്പോൾ ഇതിൽ PGയിൽ ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് ഹാഫ് ആർഡർ, ഫുൾ ആർഡർ എന്ന ലോജിക്കൽ സർക്യൂട്ട് എല്ലാം പഠിക്കണം. പിന്നെ എൻകോഡർ, ഡീകോഡർ, മൾട്ടിപ്ലക്സർ അതൊക്കെ ഈ ഹാഫ് ആർഡർ, ഫുൾ ആർഡർ വെച്ചിട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം അതാണ് നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പോൾ ട്രൂത്ത് ടേബിൾ ഓഫ് കോഴ്സ് നമുക്ക് എഴുതാൻ അറിയാം. 3 ഇൻപുട്ട് കൊടുക്കുന്നു, അത് 3ൻ്റെയും കോമ്പിനേഷൻസ് എഴുതണം. പിന്നെ അതിൻ്റെ സമ്മും ക്യാരിയും കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഇതാണ് അതിൻ്റെ ലോജിക്കൽ സർക്യൂട്ട്. പിന്നെ ഈ 2 ഫോർമുല മാത്രം ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. സമ്മ് ഡിഫറൻസ് ഇല്ല, ഹാഫ് ആർഡറിൻ്റെ പോലെയാണ്, പക്ഷേ ഇതിൽ CN XORും വരുന്നുണ്ട്. പിന്നെ C ഈസ് ഈക്വൽ ടു AB പ്ലസ് CN ഇൻറ്റു A XOR B. ഇത് മാത്രം പഠിച്ചാൽ മതി. എന്നിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ആദ്യം CN XOR A XOR B. അപ്പോൾ ഇത് A ആണ്, ഇത് B ആണ്, ഇത് C ആണ്. CN. അപ്പോൾ ഇത് 3 എടുത്തിട്ട് XOR ഗേറ്റ് പാസ് ചെയ്താൽ മതി, നമുക്ക് സമ്മിൻ്റെ കിട്ടും. പിന്നെ ക്യാരി ഈക്വൽ ടു AB. ഇതാണ് A, പിന്നെ ഇത് B. ഇത് രണ്ടേയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് ആദ്യം. പിന്നെ CN ഇതാണ് CN ഇൻറ്റു A XOR B. അപ്പോൾ പിന്നെയും A എടുത്തു, B എടുത്തു, ഇതിൻ്റെ XOR കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു ഗേറ്റ് റെഡിയായി. അതും CNും മൾട്ടിപ്ലൈ ചെയ്യണം, ആൻഡ് ഗേറ്റ് പാസ് ചെയ്യണം. അപ്പോൾ ഇവിടെ അത് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ABയുടെ കൂടെ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഓർ ഗേറ്റ് കൊടുത്താൽ മതി. നമുക്ക് Cയുടെ ലോജിക്കൽ സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് കിട്ടും. C ഈക്വൽ ടു AB പ്ലസ് CN ഓഫ് A XOR B. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹാഫ് ആർഡർ ആൻഡ് ഫുൾ ആർഡർ. ആൻഡ് ഇതിൻ്റെ ബേസിക്സ് എൻകോഡർ, ഡീകോഡർ, മൾട്ടിപ്ലക്സർ, ഡീമൾട്ടിപ്ലക്സർ ഇതിൻ്റെ എല്ലാം ബേസിക്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മറ്റ് എൻകോഡർ എല്ലാം ഇത് വെച്ചിട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.